എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ARM എന്ന സിനിമയുടെയും അതുപോലെ തന്നെ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയുടെയും 12ാം ദിവസത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി സെപ്റ്റംബർ മാസം 12ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ARM. അങ്ങനെ ഓണം വെക്കേഷനെല്ലാം കഴിഞ്ഞ ചിത്രം ഇന്നൊരു വർക്കിംഗ് ഡേയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 11ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 2,22,00,000 രൂപയെന്നും ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ ഇന്നത് 67 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 11ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 4 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്ന് ചിത്രത്തിന്റെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 1 കോടിക്ക് മുകളിലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് ചിത്രത്തിന് ഏറ്റവും കുറവ് കളക്ഷൻ നേടുന്ന ദിവസവും ഇന്ന് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ കേരള കളക്ഷനോടുകൂടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 12 ദിവസങ്ങൾ കൊണ്ട് 40 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് 87 കോടി എത്തി എന്നുള്ള പോസ്റ്ററിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്നാൽ ട്രാക്കിംഗ് കളക്ഷൻ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 11 ദിവസങ്ങൾ കൊണ്ട് 67 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളൂ. ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 12 ദിവസങ്ങൾ കൊണ്ട് 70 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ 12ാം ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഇതേസമയം 2,16,00,000 കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കിംഗ് ഉണ്ടായിരുന്ന സിനിമ ഇന്ന് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത് 76 ലക്ഷം രൂപയാണ്. 11ാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 4 കോടിയോളം ഗ്രോസ് നേടിയ സിനിമ ഇന്ന് ചിത്രത്തിന്റെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 1,20,00,000 മുകളിൽ രൂപയാണ്. 1,20,00,000, 1,30,00,000 റേഞ്ചിലാണ് ചിത്രത്തിന്റെ ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 12 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 26 കോടി 27 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 12ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 3 കോടി 4 കോടി റേഞ്ചിലാണ്. അങ്ങനെ 12ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 49 കോടി 50 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ 50 കോടി എന്ന മൈൽ സ്റ്റോണിലേക്ക് ചിത്രം ഇന്നത്തെ കളക്ഷനോടെ അല്ലെങ്കിൽ നാളത്തെ കളക്ഷനോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്താൻ പോവുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.